10-25 കല്ല് കാണും ഇപ്പോഴും. ഒരു 10-25 കല്ല് മറ്റേ ഇത് 1.5 കല്ല് റോട്ടുമെന്ന് കൊണ്ടെടുക്കാന്നാണ് അങ്ങനെ പറയേണ്ടത്. ഒരു ലോഡ് കല്ല് 40 ഒരു 100-300 ഫൂട്ട് കല്ലടിച്ചു കഴിഞ്ഞാൽ ഒരു 10-25 ഫൂട്ട് ഏട്ടം കൊണ്ട് മറ്റേ ഈ ചാരുവടീൻ്റെ മുകളിൽ കൊണ്ടെടുക്കും. ആ എന്തിനാ വെച്ചാൽ നായിനി പൂച്ചയിലേക്ക് എറിയാൻ വേണ്ടി. അങ്ങനെ എന്തിനാ ഒരു ദിവസം അങ്ങനെ പറയാണ്ട, ഞാനിങ്ങനെ താഴത്ത് ഇങ്ങനെ ഇരിക്കാനില്ല. നമ്മൾ ആളെ ഈ റീജൊക്കെ കാണില്ലേ, ഈ അല്ല ഗീത കാണില്ല, ഞാനൊക്കെ അവിടെ താഴെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ സാധാരണ ഇരിക്കുന്ന മാതിരി ഇരിക്കുന്നത്. ഒരു ദിവസം എനിക്കിങ്ങനെ ചെറുങ്ങനെ ഒരു സാധാരണ ഉണ്ടാകുന്ന പ്രക്രിയ മൂത്രം ഒഴിക്കണം ഒരു തോന്നല് ചെയ്യും. അങ്ങനെ ഈ പറയണ്ട, അങ്ങനെ ഞാനിങ്ങനെ താഴെ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്ത് പണ്ടൊക്കെ വെച്ചാൽ നമ്മൾ കുട്ടിയാൽ ചേട്ടാ നമ്മൾ പുറത്തേക്കാ പറയുക. അപ്പം അതേമാതിരി നമ്മൾ അകത്തേക്കാ പറയും അല്ലേ? ഇപ്പം നമ്മൾ അകത്തേക്കാ പറയും, പണ്ടേക്കമാതിരി പുറത്തേക്കല്ല പരിപാടി. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പറയാം. വീട്ടിലേക്ക് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് വീട്ടിലെത്താനുള്ള നേരമില്ല. ഞാൻ വീട്ടിലെത്താൻ നാട്ടിൽ കയറാനുള്ള നേരമില്ലാത്തപ്പോൾ നിങ്ങൾ പറയേണ്ട തങ്ങനെയൊക്കെ ഞാൻ ആ തെങ്ങിൻ്റെ അടുത്ത് കുത്തിയിരുന്നു. കാര്യ പറഞ്ഞ് തെങ്ങിൻ്റെ അടുത്ത് കുത്തിയിരുന്നു. ചങ്ങായി എങ്ങനെയാണ് സോറിയും ചേട്ടനാണ്, ഞാൻ തമാശയ്ക്ക് പറയാണ്. അന്നേരം എപ്പോഴും ഞാൻ ബഹുമാനിക്കുന്നു. അന്നേരം നിങ്ങൾ പറയേണ്ട ഇയാളെങ്ങനെ കണ്ട് നിങ്ങൾ അറിയണ്ട, ഞാൻ ആടിങ്ങനെ കുത്തിരിക്കാം. അല്ല നിങ്ങൾക്ക് അറിയുന്നല്ല ഇതിൻ്റെ പ്രക്രിയയിൽ തകരാൻ. അങ്ങനെ ഞാനങ്ങനെ ആ ഇതിലിങ്ങനെ നിൽക്കുമ്പോൾ മൂപ്പര് കൈയിട്ട് ഒറ്റ തങ്ക വേണ്ടിയിട്ട് നിങ്ങൾ പറയണ്ട, ഞാൻ അവിടുന്ന് കായോ ഇഞ്ച കൈക്ക് കുടുങ്ങിയിട്ട് ഞാൻ കൈ മൂപ്പര് നായിയാൻ ചാച്ചിട്ട് എഴുതിരും. അങ്ങനെ മൂപ്പര് നായി മലയാളം പറയാൻ തുടങ്ങിയോ മൂപ്പര് തോന്നലാണ്. അങ്ങനെ ഞാനൊരു പാഞ്ഞ് സാധാരണ എനിക്ക് മനസ്സിലാവും. സാധാരണ ഭാര്യമാരുമ്പോൾ കൊച്ചിയിലേക്ക് എൻ്റെ ഭാര്യത്തിൽ പുറത്തേക്കില്ല വരിക. എൻ്റെ ഭാര്യ എൻ്റെ ഒച്ചയൊക്കെ ആദ്യമാക്കാൻ പറ്റും. ഓളെങ്ങനെയാ അങ്ങനെ വെളുണ്ടല്ലോ. ഞാൻ ഒരു റൗണ്ട് ഇയാൾ അടുത്ത കല്ല് എറിയാനുള്ള പരിപാടി എഴുതിയാൽ കുഞ്ഞാന്ന് എനിക്കറിയില്ല, എമ്പക്കറിയില്ല. അങ്ങനെ നിങ്ങൾ പറയണ്ട, ഞാൻ ഒരു റൗണ്ട് ഓടി. നമ്മുടെ വീട് എനിക്കും വയസ്സായി, എൻ്റെ വീടിനും വയസ്സായി. അത് പഴയ വീടാണ് നിങ്ങളെ മാറ്റി. പഴയ അതുകൊണ്ട് ആ പകുതി വാതിലുണ്ടല്ലോ. ഇപ്പം അയപ്പില്ല അങ്ങനത്തെ വായിച്ചാലും പഴയ നമ്മളെ മുരുകാതുണ്ടല്ലോ. അങ്ങനെ ഞാൻ എങ്ങനെയോ എടുത്ത് ചാടി തിരിച്ചിട്ട് നിങ്ങൾക്കറിയില്ല, എടുത്ത് ചാടി ആത്ത് കയറി. അങ്ങനെ ഇവിടെ നടവാതിൽ വന്ന് തുറന്ന് എന്നോട് ചോദിക്കുക എന്തൊക്കെയാ ഏട്ടാ പറ്റിയത്. ഞാൻ പറഞ്ഞത് ഏട്ട എങ്ങനെ എറിഞ്ഞാൽ എനിക്ക് ദേഷ്യം പിടിച്ച്. ഞാൻ പറഞ്ഞു ഏട്ടാൻ മുത്തു അങ്ങനെയാക്കും ഇങ്ങനെയാക്കും നോക്കും നിച്ച കായിൻ്റെ വേണ്ടല്ലോ. നിങ്ങൾ പറയേണ്ടത് നമ്മളെ ഈ ആണിപ്പൂവൻ്റെ മേപ്പടലെങ്ങനെ ഉണ്ടാവും. ഇനി അഞ്ചിട്ടില്ല വെണ്ട് കയറിയിട്ട് ഭാസ്കരേച്ചന് അറിയാം. ആണിപ്പൂവൻ്റെ മേപ്പടലെങ്ങനെ അറിയില്ല, എപ്പോഴത്തെ ഒക്കെ വെണ്ട് കയറിയിട്ടാണ്. അതേമാതിരി വെച്ച കയ്യിൻ്റെ വെള്ളം. അങ്ങനെ ഞാൻ അവളോട് പറഞ്ഞു ഇങ്ങനെ ഏട്ടൻ ഇങ്ങനെ ചെയ്ത് അങ്ങനെ ഇതാക്കി. അങ്ങനെ ഓടി എന്നോട് പറയാണ്, എൻ്റെ കയ്യിൻ്റെ വിരല് പിടിച്ചിട്ട് സുനിയ ഓടി എന്നോട് പറയാം, ഏട്ടാ ഇങ്ങക്ക് വിരല് 10 ഉണ്ടല്ലോ, അതിൽ ഒന്ന് പോയാൽ ബാക്കി 9 ഉണ്ടാവൂലേ, വേറെ എന്തെങ്കിലും പറ്റിയോ എന്താ ചെയ്യാന്ന്. അതന്നെ കണ്ണിനോ കാലിനോ ഓള് പറ്റിയെന്നുള്ള ചിന്തിച്ചു. അതേമാതിരി എൻ്റെ പ്രിയമുള്ളവർ, ഞാൻ ഈ ടീച്ചർമാർ ഗ്രൂപ്പുണ്ട്. ടീച്ചർമാർ ഗ്രൂപ്പിൻ്റെ ഫസ്റ്റ് ഇതിൽ തന്നെ എൻ്റെ ഞാൻ എക്സിക്യൂട്ടീവ് മെമ്പർ. എന്തിനാന്നുള്ള എനിക്കല്ല, ഞാൻ കൈക്ക് കല്ലിക്കുന്നതായിരിക്കും. ഞാൻ അവിടെ ഇങ്ങനെ പോയി എല്ലാ എക്സിക്യൂട്ടീവ് വിളിക്കുമ്പോൾ മീറ്റിംഗ് വിളിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഓരോ മെമ്പർമാരെ വീട്ടിലും ഇങ്ങനെ പോയി ഇങ്ങനെ കുത്തിരിക്കും. ഞാനൊരു അഭിപ്രായമില്ല, ഞാനിങ്ങനെ മൂലം കുത്തിരിക്കും. ഇന്നാളൊക്കെ നിങ്ങൾ പറയുന്നത് ലളിതേച്ചിൻ്റെ വീട്ടിലൊക്കെ പോയി നമ്മളെ അവിടെ ശ്രീലേഷിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഒരു 5 അത് കുറേ മറ്റേ ഈ കട്ലേറ്റും കുറേ സാധനമൊക്കെ രാധനെ കൊണ്ടു തന്നിരിക്കുന്നു. ഇന്നിട്ട് നിങ്ങൾ പറയുന്നത് 2-3 ഞാനിതിപ്പം നിൽക്കുന്നതല്ല ചേച്ചി, 2-3 കഴിക്കുമ്പോൾ 2-3 ഞാൻ തിന്നിക്കുന്നു. ശ്രീലേഷ് ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇതിപ്പം തീരും ചേച്ചി. ഓൻ്റെ ചിന്താഗതിയാണ് ഒപ്പം തീരും കൊണ്ടുവച്ചിരിക്കുന്നതാണ് ആണെന്നുള്ള ചിന്താഗതി. അങ്ങനെ നിങ്ങൾ പറയേണ്ട അതേമാതിരി എന്നോട് നമ്മളെ ഇഞ്ചയക്കോട്ടസിൽ ഒരു ആളെ വീട്ടിൽ ഞാൻ മീറ്റിങ്ങിന് വിളിച്ചു. എന്നാൽ മീറ്റിങ്ങിന് വിളിച്ചു, എനിക്ക് മീറ്റിങ്ങിൽ സ്ഥലം അറിയാം ഉള്ള കാര്യം പറഞ്ഞു. എനിക്ക് സ്ഥലം അറിയാം, അന്ന് കുറേ കാലം മുന്നെയാണ്. നിങ്ങൾ പറയണ്ട എന്നോട്. ഞാൻ ബ്രസീലിനെ വിളിച്ചു, ബ്രസീലിൽ പോട്ടെ. അത് ബ്രസീലിൽ പറഞ്ഞു ഏട്ടാ എനിക്ക് ഇന്ന് അയാളെ പോകാൻ എന്നെ കൂട്ടിക്കൊണ്ട് വലിയ വണ്ടി ഇല്ലാത്തതുകൊണ്ട് അന്ന് എന്നോട് നിങ്ങൾ ബസ്സിന് പോകുന്നോടിയാണ്. കാരണം വെച്ചാൽ 5-8 രൂപ 6 രൂപ പോയിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. അങ്ങനെ നിങ്ങൾ പറയണ്ട, ഞാൻ ഇന്നുണ്ട് കിട്ടുന്ന 6 രൂപ പോകാൻ. ഞാൻ അങ്ങനെ കണ്ണാടിക്ക് കൂടെ മാലിക്കൊന്നും കൂടെ ഏട്ടാ നമ്മളെ ആ പോലീസ് സ്റ്റേഷൻ വഴി നമ്മളെ ഇവിടെ ഇഞ്ചക്കോട്ടസ് വഴി ആടെ എത്തി. നിങ്ങൾ പറയേണ്ട 2 മോദി നേരത്തെ ഞാൻ 7 മണിക്ക് ആടിയിട്ടുള്ളത്. ആടെ എത്തി നിങ്ങൾ പറയേണ്ട വിഷമം നമ്മൾ ബെയിലിക്ക് കെട്ടുള്ളൂ. ബെയിലിക്ക് കെട്ടി ഞാൻ അല്ല പോകും, പിന്നെ ഇവിടത്തേക്ക് എത്തും. അപ്പുറത്തോളം ആടെ എനിക്ക് ടെൻഷനാണ്. കാരണം ചായ വണ്ടി നിർത്തൂല്ല, ആക്കൂല്ല, ചോദിച്ചാൽ
അങ്ങനെ ഞാൻ എന്നോട് ഇങ്ങനെ പറയണ്ട നായി കൊപ്പരക്കട്ടി ഇങ്ങനെ അങ്ങനെ എന്നോട് ആരും കാണുന്നില്ല. അങ്ങനെ എല്ലാം കൂടി അങ്ങനെ പറയും എന്നോട് വേറെ കൈലാസേട്ടൻ്റെ മോളെ കൊണ്ടുപോയി അങ്ങനെ മൂപ്പരൊക്കെ ഓനെ കണ്ടു. ഓൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇന്ന് എത്തേക്കാണ് പോകേണ്ടത്. ഓൻ ഞാൻ കൊണ്ടാക്കി ഞാൻ അവിടെ പോയി ഫോണിമേൽ അടിച്ചു. ഫോണിമേൽ അടിക്കുന്നതിന് മുന്നേ വേറെ സംഭവമുണ്ട്. ഞാൻ എത്തുമ്പോൾ 8 മണി ആയിരിക്കും. 8 മണി ആ പാടിയിട്ട് പോയി പോകുന്നു രാത്രി 8 മണിക്ക്. ഉണ്ടോ ഇല്ലോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ മതി. 30 ചോദിച്ചാൽ 8 മണിക്കുണ്ട്. നായിൻ്റെ 10-15,000 രൂപയാണ് നായിൻ്റെ കൂട്ടി കിടക്കുന്നത്. നായിൻ്റെ കോയിൻ്റെ പോകുന്നു. അങ്ങനെ ഞാൻ അവിടെ പോയി ഒന്ന് ഫോണിമേൽ അടിച്ചു. ഒക്കെ വന്നിട്ട് തുറന്നു. അമ്മായി ഇങ്ങോട്ട് വന്നു. ഇനിയൊന്ന് നോക്കി മൊത്തത്തിൽ മരക്കച്ചവടക്കാരെ നോക്കുന്ന മായി മൊത്തത്തിൽ നോക്കിയിട്ട് ഏതാ മുതൽ ആ ചിന്താഗതി നോക്കി കുടിക്കുമ്പോൾ മറ്റേ ജലം മയ്യ ഞാൻ എന്നോട് നിങ്ങൾ പടി അയച്ചാൽ ഒരു കുടിക്ക് പടി അയച്ചാൽ ഒരു കുടിക്ക് പടിയായി. കാരണം നമ്മളെ തേങ്ങക്കാരെ പേണിയില്ല അതേപോലെ. അങ്ങനെ ഞാൻ നിനക്കിട്ട് ഇഞ്ച മുടി എത്ര നിങ്ങൾ പറയേണ്ട ഇഞ്ച കോല് വന്നിട്ടാണ് ഇവിടെ കത്തൽ ഇങ്ങനത്തെ ഞാൻ പറയുന്നു ഇഞ്ചാത്തരുടെ വിവരമുള്ളൂ. അങ്ങനെ നിങ്ങൾ പറയണ്ട ഇന്റെ മുടി ആന ചവിട്ടിയത് പണ്ടേ കണ്ടിട്ട് അതേമാതിരി എല്ലാം കൂടി ഇങ്ങനെ ചാന ചപ്പളേക്ക് കളിക്കാം. മൂപ്പത്തിനെ കണ്ടപ്പോൾ എന്തോ രാശം വേഗൂറമുണ്ടോ എന്നൊരു തോന്നുന്നു. മൂപ്പത്തിക്ക് തോന്നൽ വേഗൂറമുണ്ടോ. ഞാൻ വിളിച്ച് അല്ലേ ഇവിടെ അങ്ങനെ മൂപ്പത്തി കണ്ടപ്പോൾ മനസ്സിലായില്ല. പോയി അവിടെ ഒറ്റ കൂകലാണ് കൊളക്കാട്ടുകാരനാണ് കണ്ട പോയിക്ക് മനസ്സിലായി. മൂപ്പത്തിക്ക് മനസ്സിലായി. അങ്ങനെ മൂപ്പത്തി വന്നു. അങ്ങനെ പിന്നെ മൂപ്പര് ഒറ്റക്കില്ല. കൂയി നോക്കിട്ടോ പോയി കൂയി നോക്കിട്ടോ എന്ന് ഭർത്താക്കന്മാർ വിളിച്ചു. പണ്ട് വിളിക്കാൻ ടോന്ന് വിളിച്ചു. മൂപ്പര് വന്നു. അങ്ങനെ ഇപ്പത്തെ അങ്ങനെയല്ല. ഇപ്പൊ സ്വീനസ് സതീശൻ ഇനി എന്തൊക്കെയാ വിളിക്കുന്നത് എനിക്ക് തന്നെയല്ല. ചിലപ്പോൾ എന്തൊക്കെ വിളിച്ചത് അങ്ങനെയാ. അങ്ങനെ നിങ്ങൾ പറയണ്ട വരി വന്നു അമ്മോനെ ടോന്ന് വിളിച്ചു. മൂപ്പര് വന്നു. ഒന്നിങ്ങനെ ചിരിച്ചു. ചിരി അങ്ങനെയാണല്ലോ. അന്നിങ്ങനെ ചിരിച്ചു. എനിക്ക് സംശയം സ്വർണത്തിന്റെ പല്ല നോക്കുമ്പോൾ സ്വർണത്തിന്റെ പല്ലൊന്നല്ല. വേറെ കാര്യമുണ്ട്. ഈ സ്വർണത്തിന്റെ പല്ല് വെച്ചോ ചെറിയ നമ്മളാടുന്ന നാട്ടുകാരുണ്ട്. ഈ മോദി ഇട്ടോ മുഖം തുടക്കും. ഈ സ്വർണത്തിന്റെ പല്ല് വെച്ചോ മറ്റേ പച്ചക്കറി പിടിമേ ചോദിച്ച് പോയിട്ട് ചോദിച്ചു ഇഞ്ചി ഉണ്ടോ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ നാട്ടില് നമ്മുടെ മരുവാൻ പെങ്ങളെ മോൻ കേസരിയിലെ കുറി ഇട്ടിട്ട് ഇഞ്ച പെങ്ങള് മരുവാൻ ഒരു ചെയിനായി കൊടുത്തു. ചെയിനായി കൊടുത്താൽ മോൻ കിട്ടിയ ഷർട്ട് ഇടയ്ക്ക് ചെവരമ്പലൊക്കെ പോകുമ്പോൾ ഷർട്ട് ഇടാതെ പോയി. ഞാൻ വിചാരിച്ചു ഞാൻ അവിടെ പോയി ചെവരമ്പല പോയി പെങ്ങളെ വീട്ടിൽ പോയിട്ട് ഓണ്ട് ഷർട്ട് ഇടാറുണ്ട്. കാരണം ഞാൻ ചോദിച്ചു പെങ്ങളെ എന്തൊക്കെയാവും നീ വാങ്ങി വരുന്ന ഷർട്ട് ഇടാതെയാണല്ലോ. അന്നേരം പെങ്ങൾ പറയുക കേട്ടോ അവിടെ ഒക്കെയൊന്നും ഓരോ പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് ഓൻ്റെ കഥ ഇങ്ങനെയാണ്. അന്നേരം ഞാൻ പറഞ്ഞ പെങ്ങളെ ഓൻ അറിഞ്ഞാണല്ലോ വായി കൊടുത്തത് ചെയിനുണ്ട്. അറിഞ്ഞാണ് വായി കൊടുത്തുള്ള കഥ എന്തൊക്കെ നിങ്ങൾ ആലോചിക്കും. അങ്ങനെ നിങ്ങൾ വന്നു അമ്മോനോട് കാര്യം. അമ്മ പോയി ചായയൊക്കെ കുടിച്ചു. അതിന് നമ്മൾ പോയ പരിസരമൊക്കെ ഒന്ന് കാണൂല. അങ്ങനെ പരിസരം പോയി കണ്ടപ്പോൾ നിങ്ങൾ പറയണ്ട അവിടെ പോയിട്ടുണ്ട് നായിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ പോയിട്ടുണ്ട് രാത്രി നീ പോയി 8 മണിക്ക് മുമ്പ് ഞങ്ങളോട് വെച്ച് അല്ല ഔട്ടാ ഞാൻ എന്ത് ചെയ്യും. പോയി ഇങ്ങനെ രാത്രി 8 മുമ്പ് ഞാൻ പറഞ്ഞു നിങ്ങൾ നിട്ടൂടി പോയിക്കൊന്ന് ഇട്ടൂട്ടാൽ പോയിക്കൊരു വിളീശ ചാടുവോ ഇല്ലേ. കാരണം വെച്ചാൽ രാവിലെ ഇട്ടൂടും. പിന്നെ രാത്രി അടക്കി പിന്നെ പൊളിച്ചേക്ക് നിൽക്കാൻ യജമാനെ വിളിക്കണം. അപ്പോൾ ഒന്നുമില്ലാത്ത കൂട്ടലിങ്ങനെ അടക്കിയല്ലേ. അങ്ങനെ ഞാൻ പറഞ്ഞു എങ്ങനെയാണെന്ന് നിങ്ങളോട് ഞാൻ 2 കോഴി 4 കോഴി ആ പൂവനിക്കുന്നത് അതിന് ഞാൻ കൊണ്ട് വീട്ടിൽ കൊണ്ട് 4 ദിവസം ഞാൻ പോയി. ഞാൻ പോയിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് പറയുന്നു ഞാൻ ഇട്ടുകൊണ്ട് പോയിട്ടാ. ഇട്ടുകൊണ്ട് പോയിട്ട് 4 ദിവസം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇങ്ങനെ പോയിക്ക് വളങ്കടി മണ്ണ് വരെ മൈലിൻ്റെ അടുക്കില്ല. എന്താ ഇങ്ങനെ എന്താ ഇതിൻ്റെ അടുക്ക് വേറെ പ്രശ്നം മായത്തിൻ്റെ. ഇന്നാൾ ഞാൻ ചെതപ്പൊടി വാങ്ങിയിട്ട് നമ്മളെ ബസാർ ഒരു മാസം ചെതപ്പൊടി വാങ്ങി പെണ്ണുങ്ങൾ അടുത്ത് കൊടുത്ത്. അങ്ങനെ ഞാൻ പെണ്ണുങ്ങൾ അവിടെ കൊടുത്ത് അവിടെ എവിടെയോ കൊണ്ടുവച്ചു. ഒരാഴ്ച കഴിഞ്ഞു. ഞാൻ ചോദിച്ചു ചെതപ്പൊടി അവിടെ വെച്ചു. അന്നേരം അവിടെ പോയി നോക്കുമ്പോൾ ചെതപ്പൊടി ഇല്ല. ഇനിയിപ്പോൾ വേണം അബലൂസ് പൊടി ഇട്ടാൻ കഴിച്ചിട്ട് തിന്നോ വിശ്വസിക്കാം. പിന്നെ പറയുന്നത് നമ്മളെ പൈസ പോയി എന്നല്ലാതെ പറയാൻ പറ്റില്ലല്ലോ. നോക്കുമ്പോൾ നിങ്ങൾ പറയേണ്ട ചെതപ്പൊടി ചെതരും അല്ല ചെതപ്പൊടി എന്നുകൂടി ആ പൈപ്പ് എന്നുകൂടി ചെതൽ